എടാ ഷിബുവേ, അപ്പുറത്തെ ഷോപ്പിൽ നല്ല തിരക്കാണല്ലോടാ. അമ്മാരിങ്ങനെ വളരാൻ വിട്ടാൽ ശരിയാവില്ല കേട്ടാ. ബോസേ, അവര് നമ്മക്കിട്ട് വാര വെക്കുന്നുണ്ട്. ഇത് തന്നെയാണോ കട? ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എന്താട്ടാ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഫോൺ റിപ്പയർ ചെയ്യാൻ വന്നായിരുന്നു. രാത്രിയാ വന്നത്. ഓർമ്മ കിട്ടുന്നില്ല, ഈ ഷോപ്പാണോ അടുത്ത ഷോപ്പാണോ എന്ന് അറിയില്ല. എന്തായിരുന്നു പ്രശ്നം? അന്നത്തെ കംപ്ലൈന്റ് ശരിയായിട്ടില്ല. കംപ്ലൈന്റ് ആണ്? എന്നാ അപ്പുറത്തെ ഷോപ്പിൽ തന്നെയായിരിക്കും. ആ ഫോണിങ് പോട്ടെ. ഏട്ടാ ഷിബു, നിങ്ങൾ വന്നേ. ആ എന്താ ബോസേ? എടി ഫോണൊന്ന് നോക്കിയട്ടെ. ഏട്ടാ കംപ്ലൈന്റ് നോക്കുന്നുണ്ട് ഏട്ടാ. അതുവരെ അവിടെ ഇരുന്നു. ഇതാ എന്താടാ ബോസ്, ഇതിൽ സ്ക്രൂ ഒന്നും ഇല്ല. ഇതെന്ത് റിപ്പയറാ ചെയ്തിരിക്കുന്നത്? ആരാ ചെയ്തത്? ചേട്ടാ ഒന്ന് വരൂ. എന്ത് സർവീസ് അവര് ചെയ്തിരിക്കുന്നത്? ഒരു സ്ക്രൂ പോലും മര്യാദ കിട്ടില്ല. കുറെ പൈസയും പോയല്ലോ. എന്റെ ഏട്ടാ, നിങ്ങളിങ്ങനെ പാവായിട്ട് ഒരു കാര്യമില്ല. നേരെ പോയവന്റെ കൊങ്ങക്ക് പിടിച്ച് പോയിക്ക്. എന്ത് പണിയാ കാണിച്ചത്? ഞാനായിട്ടാന്നല്ല അതിന്റെ ഓർഡറിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിച്ചത്. ഏട്ടാ ഇതിൽ ബില്ലുണ്ടാ? ബില്ലില്ല, നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഏട്ടാ വിഷമിക്കണ്ട, ഫോൺ നമ്മൾ റിപ്പയർ ആക്കി തരും. നല്ല വെടിപ്പായിട്ട്. എടാ ഒന്ന് സെറ്റ് ആയി കൊടുത്തേ. ഏട്ടാ ഷിബു, ഇത് അപ്പുറത്തെ ഷോപ്പിലെ കസ്റ്റമറാന്ന് തോന്നുന്നു. ഇനി ഒരിക്കലും ആൾ ആ ഷോപ്പിലേക്ക് പോകാൻ പാടില്ല. ആ ലെവലിലായിരിക്കണം നമ്മളെ പണി. ഓക്കെ ബോസ്, ഞാൻ ഏറ്റു. ഫോൺ റെഡി ആയിട്ടുണ്ട്. വലിയ ഉപകാരം. എത്രയായി? നിങ്ങൾ അവിടെ എത്ര കൊടുത്തത്? 3000. എനിക്ക് 2300 എന്നാ. നിങ്ങൾ ആദ്യമേ ഇവിടെ വന്നിരുന്നുണ്ടല്ല, ഞാൻ ഫ്രീ ആയിട്ട് സെറ്റ് ആക്കി തന്നെ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കൊരു സ്ക്രീൻ ഗാർഡ് റെഡി ആക്കി തരാം. നിങ്ങളുടെ സർവീസ് എനിക്ക് ഇഷ്ടമായി. ഇനി ഞാൻ ഇവിടെ വരൂ. ചേട്ടാ എന്തോന്ന് വീണിട്ടുണ്ട്. എന്താ? എനിക്ക് അന്നത്തെ ബില്ല് കിട്ടി. ഇത് നിങ്ങളുടെ ബില്ലല്ലേ? നാണം ഉണ്ടോടാ നിങ്ങൾക്ക്? കസ്റ്റമറിന്റെ ഡ്രാമ കാണിച്ച് പറ്റിക്കാൻ. നീ എന്താ പറഞ്ഞേ? മലയാളിന്റെ കരണക്കുട്ടി അടിച്ച് പൊട്ടിക്കാൻ അല്ലേ? പൊട്ടിക്കാടാ. എന്നാ ബാക്കി 200. അവന്റെ ഒരു സ്ക്രീൻ ഗാർഡ്. ബോസേ